ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കൃഷിമന്ത്രി കെ.പി. മോഹനൻ വൻ അഴിമതിക്കാരനെന്ന് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ. കണ്ണൂർ ബയോറിസോഴ്സ് കം അഗ്രോ സർവീസ് സെന്റർ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ അനിയസ് ദാസ് മന്ത്രിയുടെ അഴിമതി കഥകൾ അക്കമിട്ട് നിരത്തുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു. മന്ത്രിസഭയെപ്പോലും മറികടന്ന് ക്രമവിരുദ്ധമായ നിയമനങ്ങൾ നടത്തുന്ന കെ.പി. മോഹനൻ കോർപ്പറേഷൻ മേധാവി സ്ഥാനങ്ങളെല്ലാം വിൽപ്പന നടത്തുകയാണ്. കേരള ഫീഡ്സ് MD സ്ഥാനത്ത് നിലനിർത്തുന്നതിന് തന്നോടും മന്ത്രി 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്ന് അനിയസ് ദാസ് രഹസ്യ സംഭാഷണത്തിൽ വ്യക്തമാക്കുന്നു. മന്ത്രിയായി അധികാരമേറ്റത് മുതൽ തന്റെ വകുപ്പുകളിലെ ഉന്നതതല നിയമനങ്ങളെല്ലാം വൻതുക കോഴ വാങ്ങിയാണ് കെ.പി. മോഹനൻ നടത്തിയിട്ടുള്ളതെന്ന് ഡോക്ടർ അനിയസ് ദാസ് വ്യക്തമാക്കുന്നു. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ, പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാനുള്ള നീക്കത്തിന് പിന്നിലും അഴിമതിയാണ്. പൗൾട്രി കോർപ്പറേഷനിൽ 20 ലക്ഷമാണ് കോഴ. ഹോർട്ടികോർപ്പ് MD നിയമനത്തിന് 50 ലക്ഷം വാങ്ങി. മുൻപ് കേരള ഫീഡ്സ് MD ആയിരുന്ന തന്നോട് സ്ഥാനത്ത് തുടരുന്നതിന് 25 ലക്ഷം രൂപ മോഹൻ ആവശ്യപ്പെട്ടിരുന്നതായും അനിയസ് ദാസ് പറഞ്ഞു. അന്ന് 15 കോടി രൂപ ലോസിലായി നിൽക്കുന്ന സമയമാണ്. ഒരു വർഷം കൊണ്ട് ഞാൻ പ്രോഫിറ്റബിൾ ആക്കി. സെക്കൻഡ് ഇയറിൽ പ്രോഫിറ്റ് റൺ ചെയ്തു. എൻ്റെ വീട് തീരാറായപ്പോഴാണ് ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് വെച്ചത്. വേണ്ട സാർ, എത്ര വെച്ചു? 25. സ്വന്തം മണ്ഡലത്തിലെ ബയോ റിസോർട്ട് സെന്ററിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലടക്കം വൻ അഴിമതിക്കാണ് മന്ത്രി ശ്രമിച്ചത്. അവിടുത്തെ സിവിൽ വർക്ക് 6.5 കോടി രൂപയ്ക്ക് അഗ്രോ ഇൻഡസ്ട്രീസിന് കൊടുക്കാൻ പുള്ളി മീറ്റിംഗ് വിളിച്ചങ്ങ് തീരുമാനമാക്കി. അഗ്രോ ഇൻഡസ്ട്രീസിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ടെൻഡർ വിളിക്കണ്ട. അവരത് പുള്ളിക്ക് ഇഷ്ടമുള്ള ഒരുത്തനെ കൊണ്ട്, ഒരു രാജു എന്ന് പറഞ്ഞിട്ട് 3 വർഷം മുഴുവൻ ബൈക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ഓടിയാണ്. അവനാണ് എല്ലാ ഫംഗ്ഷനും നടത്തുന്നത്. അവൻ പകുതി അങ്ങ് മറിച്ച് ഈ പ്രതാപനും SSM ഡയറക്ടറും പ്രതാപനും ഇദ്ദേഹത്തിന് ഷെയർ കൊടുക്കും. അപ്പോൾ രാജുവിന് സബ് കോൺട്രാക്ട് കൊടുത്ത് അതിന് 6.5 കോടി രൂപയ്ക്ക് കൊടുക്കാനാണ് തീരുമാനമാക്കി. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഈ എസ്റ്റിമേറ്റ് ഹയർ ആണെന്ന് പറഞ്ഞിട്ട് ഞാനത് വേറെ ഏജൻസിക്ക് കൊടുത്ത് എസ്റ്റിമേറ്റ് വെറ്റ് ചെയ്തപ്പോൾ ഈ 6.5 കോടി എസ്റ്റിമേറ്റ് 4.95. മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മേധാവി കോഴ കൊടുത്ത ദൃശ്യങ്ങൾ പകർത്തി മന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ജനതാദൾ യു നേതാവ് MB വീരേന്ദ്രകുമാറുമായി നടന്ന ചർച്ചയിൽ സർക്കാരിനെതിരായ അഴിമതി ആരോപണത്തെ മുഖ്യമന്ത്രി പ്രതിരോധിച്ചത് മോഹനന്റെ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ്. ക്രമവിരുദ്ധമായ സ്ഥാനചലനങ്ങൾ മൂലം വകുപ്പിന്റെ പ്രവർത്തനം തന്നെ അവതാളത്തിലാണെന്നും അനിയസ് ദാസ് പറഞ്ഞു. പ്രദീപ് സി നെടുമൺ, റിപ്പോർട്ടർ. പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ചട്ടം മറികടന്ന് ഇഷ്ടക്കാരനെ MD ആക്കാനുള്ള മന്ത്രി കെ.പി. മോഹനന്റെ ശ്രമത്തിന് മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറിയുടെ ഇടങ്കോൽ. ധനകാര്യ വകുപ്പിന്റെ പരിഗണനയ്ക്ക് വിടാൻ സെക്രട്ടറി ഫയലിൽ നോട്ട് എഴുതി. VFPCK മേധാവിയായി വിരമിച്ചയാളെ നിയമിക്കാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം കൃഷിവകുപ്പ് സെക്രട്ടറി തടഞ്ഞതിന് പിന്നാലെയാണ് ഇത്. മോഹനന്റെ വകുപ്പുകളിൽ ചട്ടം ലംഘിച്ചുള്ള നിയമനങ്ങൾ വ്യാപകമായതോടെയാണ് ഉദ്യോഗസ്ഥർ എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങിയത്. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഇൻചാർജായി വിരമിച്ച ബ്രഹ്മാനന്ദനെ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ MD ആക്കാനാണ് മന്ത്രിയുടെ ഓഫീസ് ശ്രമം നടത്തിയത്. ഇവിടെ MD ആയിരുന്ന നൌഷാദ് അലിയുടെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ബ്രഹ്മാനന്ദനെ മുൻപ് ഡയറക്ടർ ഇൻചാർജ് ആക്കിയതും സീനിയോറിറ്റി മറികടന്നാണ്. വിരമിച്ച ഉദ്യോഗസ്ഥനെ വീണ്ടും നിയമിക്കണമെങ്കിൽ ബ്യൂറോ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ്, പേഴ്സണൽ അഫയേഴ്സ്, ധനവകുപ്പ് എന്നിവയുടെ പരിശോധന പൂർത്തിയാക്കി മന്ത്രിസഭയുടെ അംഗീകാരം വാങ്ങണം. ഇതിനു വിരുദ്ധമായതിനാൽ MD നിയമനം സംബന്ധിച്ച ഫയൽ ധനകാര്യ വകുപ്പിന്റെ പരിഗണനയ്ക്ക് വിടാൻ വകുപ്പ് സെക്രട്ടറി സുബ്രതോ ബിശ്വാസ് നോട്ട് എഴുതിയതായാണ് വിവരം. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ CEO തസ്തികയിൽ നിന്ന് വിരമിച്ച BV പുഷ്പാങ്കദിന് വീണ്ടും നിയമനം നൽകാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ച ഫയൽ മന്ത്രിസഭയുടെ അംഗീകാരം വേണമെന്ന് ചൂണ്ടിക്കാട്ടി കൃഷിവകുപ്പ് അഡീഷണൽ സെക്രട്ടറി മടക്കിയതിന് പിന്നാലെയാണിത്. എല്ലാ ചട്ടങ്ങളും മറികടന്നാണ് മന്ത്രി അടിക്കടി നിയമനങ്ങൾ നടത്തുന്നത്. VFPCK CEO ആയി 8 മാസം പിന്നിട്ടപ്പോൾ കൃഷിവകുപ്പിൽ അഡീഷണൽ ഡയറക്ടറാക്കി മടക്കി അയച്ച പുഷ്പാങ്കദിനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഹോർട്ടികോർപ്പ് MD ആക്കിയിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ പഴയ ലാവണത്തിലേക്ക് മടക്കിയ പുഷ്പാങ്കദിനെ 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും VFPCKയുടെ CEO ആക്കി. കഴിഞ്ഞ ദിവസം വിരമിച്ചതോടെ വീണ്ടും സ്ഥാനത്ത് നിലനിർത്താനാണ് മന്ത്രി ശ്രമം നടത്തിയത്. ഹോർട്ടികോർപ്പ് MD സ്ഥാനത്ത് അടുത്തിടെ നടത്തിയ നിയമനവും ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് ആരോപണമുണ്ട്. മന്ത്രിസഭയെ മറികടന്നുള്ള നിയമനങ്ങളിൽ മുഖ്യമന്ത്രിക്കും അതൃപ്തിയുള്ളതായാണ് സൂചന. പ്രദീപ് സി നെടുമൺ, റിപ്പോർട്ടർ. JDU നേതാവ് ഷെയ്ഖ് പി ഹാരിസ്, ശ്രീ ATS നായർ, ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ മുൻ പ്രസിഡന്റും മൃഗസംരക്ഷണ വകുപ്പിന്റെ മുൻ ഡയറക്ടറും ഒപ്പം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പ്രദീപ് സി നെടുമണും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം നെടുമൺ, ഈ വിഷയത്തിൽ ഈ അനിയസ് ദാസിന്റെ ആരോപണം എത്രത്തോളം ആധികാരികമാണെന്ന് കാണാൻ കഴിയും? അതിനൊപ്പം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റു വാർത്തകളിലെ പശ്ചാത്തല വിവരങ്ങൾ എത്രത്തോളം ഈ കെ.പി. മോഹനെതിരായ അഴിമതി ആരോപണങ്ങളെ ശരിവെക്കുന്നുണ്ട്? നിഷാദ്, മൃഗസംരക്ഷണ വകുപ്പിലെയും അതുപോലെ കൃഷി വകുപ്പിലെയും ചില നിയമനങ്ങൾ സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അനിയസ് ദാസ് ഉയർത്തുന്ന ആരോപണങ്ങളും പ്രസക്തമാകുന്നത്. കാരണം കൃഷി വകുപ്പിൽ നിരവധി ഉയർന്ന തസ്തികകൾ വഹിച്ചിട്ടുള്ള ആളാണ് അനിയസ് ദാസ്. തന്നെയുമല്ല, മന്ത്രിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളുമാണ്. മന്ത്രിയുടെ മണ്ഡലത്തിലെ ബയോ റിസോർട്ട് സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായാണ് ഇപ്പോൾ അനിയസ് ദാസ് പ്രവർത്തിക്കുന്നത്. അടുത്തിടെ നടന്ന അനിയസ് ദാസ് ഉയർത്തുന്ന അഴിമതി ആരോപണങ്ങൾ വളരെ വലുതാണ്. മന്ത്രി കെ.പി. മോഹനൻ അധികാരമേറ്റ അന്നു മുതൽ തന്നെ ഇത്തരം നിയമനങ്ങൾ നടത്തുന്നു.
അടുത്തിടെയായി കോർപ്പറേഷൻ മേധാവി സ്ഥാനങ്ങൾ മറ്റും ലേലം വിളിച്ച് വിൽപ്പന നടത്തുകയാണ്. ഉദ്യോഗസ്ഥരെ തൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി മന്ത്രി നേരിട്ടാണ് പണം ചോദിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ ഈ തസ്തികയ്ക്ക് ഇത്ര രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് മന്ത്രി സൂചിപ്പിക്കും. അപ്പോൾ തങ്ങൾ അതിലധികം തുക പറയുകയാണ് വേണ്ടത് തുടങ്ങി വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അനിയസ് ദാസ് ഉന്നയിച്ചത്. അടുത്ത് നടന്ന ചില സംഭവങ്ങൾ ഇത് ശരിവെക്കുന്നു. കാരണം VFCCയുടെ CEO ആയി പുഷ്പാങ്കദനെ വീണ്ടും നിയമിക്കാനുള്ള നീക്കം, അതിന് കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആ ഫയൽ മടക്കിയിരുന്നു. സമാനമായ രീതിയിൽ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലും ഇപ്പോൾ സംഭവിക്കുകയുണ്ടായി. ഇവിടെ ആനിമൽ ഹോസ്പിറ്റലിൽ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വിരമിച്ച ബ്രഹ്മാനന്ദനെ വീണ്ടും ഇതിൻ്റെ MD ആയി നിയമിക്കാനാണ് നീക്കം നടത്തിയത്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ച ഈ ഫയലും കഴിഞ്ഞ ദിവസം വകുപ്പ് സെക്രട്ടറി സുബ്രത ബിശ്വാസ് ഈ ഫയലിൽ ധനവകുപ്പിൻ്റെ അംഗീകാരം പരിഗണന വേണം ധനവകുപ്പിൻ്റെ അംഗീകാരം വേണം എന്ന് പറഞ്ഞ് മടക്കുകയായിരുന്നു. വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിക്കണമെങ്കിൽ ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതെല്ലാം മറികടന്നാണ് മന്ത്രിയുടെ ഓഫീസ് തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത്. അതാണ് പ്രാഥമികമായി നൽകാനുള്ള വിവരം. ഇപ്പോൾ ഷെയ്ഖ് പി ഹാരിസ് കൊച്ചി സ്റ്റുഡിയോയിൽ. ഷെയ്ഖ് പി ഹാരിസ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം വിരമിച്ച ഉദ്യോഗസ്ഥരെ വീണ്ടും നിയമിക്കണമെങ്കിൽ ഒട്ടനേകം മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ്. വിവരങ്ങൾ പരിശോധിച്ചാൽ അത് കാര്യമായി പാലിക്കാനുള്ള ഒരു ഇടപെടലും മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്ന് കാണാൻ കഴിയും. രാവിലെ വർഗീസ് ജോർജ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കവേ ഈ കോർപ്പറേഷൻ്റെ എല്ലാം മുകളിൽ വെക്കുന്ന ഉദ്യോഗസ്ഥർ പുതിയ ആളുകളായിരിക്കണം എന്ന നിർദ്ദേശം മന്ത്രിക്ക് കൃത്യമായി പാർട്ടി നൽകിയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അത് നടപ്പിലാക്കാൻ മന്ത്രി ഒരിടത്തും ശ്രമിച്ചതായി കാണുന്നുമില്ല. ഇതെല്ലാം മറികടന്ന് മന്ത്രി ഇത്തരം താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ഉദ്ദേശം അഴിമതിയല്ലാതെ മറ്റെന്താണ്? അനിയസ് ദാസ് ഒരു സൗഹാർദ്ദ സംഭാഷണത്തിലാണ് ഇത്തരം ബേസ്ലെസ് ആയിട്ടുള്ള കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു 15 വർഷമായി അദ്ദേഹം ഈ MD സ്ഥാനത്തേക്ക് വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഇരുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD ആയി ഈ മൃഗസംരക്ഷണ വകുപ്പിൽ അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി 15 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഗവൺമെൻറ് അയക്കേണ്ട സാഹചര്യത്തിലാണ് അദ്ദേഹം തിരിച്ചു പോയത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ഈ കേരള ഫീഡ്സിൻ്റെ MD ആയിരുന്നപ്പോൾ അതിന് എക്സ്റ്റൻഷൻ കിട്ടുന്നതിന് 20 ലക്ഷം ചോദിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിയുടെ മണ്ഡലം കൂടിയായിട്ടുള്ള ബയോ റിസോഴ്സ് പാർക്കിൽ പ്രത്യേകം ചാർജ് കൊടുത്ത് ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇത്തരം പൊതുമേഖലാ സ്ഥാപനത്തിലെ മൃഗസംരക്ഷണ വകുപ്പിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ MDമാരെ മാറ്റുന്നത് ഡോക്ടർ വർഗീസ് ജോർജ് രാവിലെ പറഞ്ഞതുപോലെ തന്നെ UDFൻ്റെയും പാർട്ടിയുടെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലാവധി തികഞ്ഞവരെ മാറ്റി സ്ഥാപിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇത്തരം നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. അത് താങ്കൾ അവിടെ പറയുമ്പോൾ അതിനൊരു വിരോധാഭാസമുണ്ടല്ലോ. VFPCKയിൽ വിരമിച്ചയാളെ മേധാവിയാക്കാനുള്ള ശ്രമം മന്ത്രി ഇടപെട്ട് ശ്രമിച്ചത് കൃഷി വകുപ്പ് സെക്രട്ടറി തടഞ്ഞത് വാർത്തയാണ്. പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലും ചട്ടം മറികടന്ന് ഇഷ്ടക്കാരനെ നിയമിക്കാൻ മന്ത്രി ശ്രമിക്കുകയും അതിനിപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ അംഗീകാരത്തിന് വിട്ടിരിക്കുകയാണ് വകുപ്പ് സെക്രട്ടറി. ആ നിലയ്ക്കൊക്കെ സുതാര്യമായല്ലോ മന്ത്രി അങ്ങനെയെങ്കിൽ പോകുന്നത്. പാർട്ടി നിർദ്ദേശമുണ്ട് പുതിയ ആളുകളെ വിരമിച്ചു കഴിഞ്ഞാൽ പുതിയ ആളുകളെ നിയമിക്കണമെന്ന്. പക്ഷേ വിരമിച്ച ആളുകളെ വീണ്ടും കൊണ്ടുവരാനാണ് മന്ത്രി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സീനിയോറിറ്റി മറികടന്ന് കൊണ്ടുവരാൻ. ഇല്ല, അത് ഈ സന്ദർഭമായോണ്ട് തോന്നുന്നതാണ്. അതാത് മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ചില പ്രോജക്റ്റുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് മന്ത്രി ഇപ്പോൾ ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്തത്. പൗൾട്രി കോർപ്പറേഷനിലെ MD ആയിരുന്ന നൌഷാദ് അലിയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി ഈ ആഴ്ച തീരുകയാണ്. ആ സന്ദർഭത്തിലാണ് അവിടെ നമുക്കറിയാം ബ്രഹ്മാനന്ദൻ അനിമൽ ഹസ്ബൻഡറിയുടെ ഡയറക്ടർ എന്ന നിലയിൽ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി പടർന്നു വന്ന സന്ദർഭത്തിൽ വളരെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സെൻട്രൽ ഗവൺമെന്റ് പോലും അദ്ദേഹത്തിനെ പ്രശംസിച്ചതാണ്. അതിൻ്റെയൊക്കെ ഒരു ചില ആളുകളെ ചട്ടം മറികടന്ന് നിയമിക്കേണ്ടി വരുന്നത് ചില പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാനും അത് അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു വിരമിച്ച ആളുകളെ, ചിലപ്പോൾ സീനിയോറിറ്റി മറികടന്നൊക്കെ ആളുകളെ നിയമിക്കേണ്ടി വരും. അത് ഒരു മേഖലയിൽ ഏറ്റവും നന്നായി ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് പരിഗണിച്ചുകൊണ്ട് മാത്രമാണ്, അതിന് മറ്റു ദുരുദ്ദേശമൊന്നുമില്ല എന്ന്. അങ്ങനെയാണോ KP മോഹനന് കീഴിൽ ഈ വകുപ്പ് പ്രവർത്തിക്കുന്നത്? താങ്കൾ ഈ വിഷയത്തിൽ നിയമ നടപടിയിലേക്ക് വരെ പോയ ആളാണല്ലോ. ബഹുമാന്യനായ മന്ത്രി അഴിമതിരഹിതമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള ആ കാര്യത്തിൽ വലിയ ഉറപ്പില്ല. കാരണം കഴിഞ്ഞ 9 മാസം മുമ്പ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വർഷങ്ങളായി ഡയറക്ടറായിരിക്കേണ്ട ഡോക്ടർ ശശി അദ്ദേഹത്തെ കുറേ നാൾ മാറ്റിയിരുത്തിയിരിക്കുകയായിരുന്നു. 9 മാസം മുമ്പ് അദ്ദേഹത്തിന് ഡയറക്ടറായിട്ട് നിയമനം കൊടുത്തു. അത് ക്യാബിനറ്റ് എടുത്ത തീരുമാനപ്രകാരമാണ് അദ്ദേഹത്തിന് നിയമനം കൊടുത്തത്. അതിനുശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ 14/10/2014 മന്ത്രിയുടെ
ഒറ്റ തീരുമാനപ്രകാരം, മന്ത്രി മാത്രം എടുത്ത തീരുമാനപ്രകാരം ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും പിന്നീട് ഈ 25/10/2014 ഉത്തരവിറങ്ങുമ്പോൾ ആ ഉത്തരവിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറഞ്ഞിരിക്കുന്ന ഡയറക്ടറുടെ പോസ്റ്റ് ഒഴിച്ചിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒഴിച്ചിടണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ തസ്തികയിലേക്ക് ഡോക്ടർ ബ്രഹ്മാനന്ദനെ അഡീഷണൽ ചാർജ് കൊടുത്തുകൊണ്ടാണ് അവിടെ നിയമിച്ചത്. അങ്ങനെ അഡീഷണൽ ചാർജ് കൊടുത്തുകൊണ്ട് നിയമിക്കുകയും ഡോക്ടർ ശശിയെ BBIയിലെ അഡീഷണൽ ഡയറക്ടറുടെ തസ്തിക അത് ഡയറക്ടറുടെ തസ്തികയിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ഡോക്ടർ ശശി അവിടെ മാറ്റിയത്. അങ്ങനെ ഈ സ്ഥിരമായി ഡയറക്ടറായിരിക്കേണ്ട ഡോക്ടർ ശശിയെ ശശിയെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി പാലോടെ ആ തസ്തിക ഡയറക്ടറുടെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടൊരു നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഡോക്ടർ ശശി ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന അതുപോലുള്ളൊരു ഉദ്യോഗസ്ഥരെ നിർവീര്യമാക്കുന്ന ഒരു നടപടി സ്വീകരിച്ചത് അത് എന്തിൻ്റെ പേരിലാണ്? ഞാനിപ്പോൾ സാമ്പത്തികമായ ഒരു ആരോപണം പറയാൻ ഞാൻ തയ്യാറാകുന്നില്ല. കാരണം ഞാനും കൂടി കഷ്ടപ്പെട്ട് അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് ഇരിക്കുന്ന ഒരു മന്ത്രി മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കൊന്നും പറയാതിരിക്കാൻ മാർഗമില്ല. മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം അവർ പലരും ബഹുഭൂരിപക്ഷവും പറയുന്നത് നമ്മുടെ ഈ വകുപ്പ് ഇന്ന് പോകുന്ന രീതി ശരിയല്ല എന്നാണ്. അതെങ്ങനെയാണ് മന്ത്രിസഭ തീരുമാനിച്ച ഒരാളെ ഒരു പദവിയിൽ ചുമതലപ്പെടുത്തിയാൽ പിന്നീട് ദിവസങ്ങൾക്കകം മന്ത്രി തന്നെ തീരുമാനമെടുത്ത് അയാളെ മാറ്റുക, പദവിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുക, അവിടെ സീനിയോറിറ്റി മറികടന്ന് ബ്രഹ്മാനന്ദനെ കൊണ്ടുവന്ന് ആ പദവിയിൽ നിയമിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുചിതമാണ്. അത് ചട്ടങ്ങൾക്കപ്പുറമാണ്. അത് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തെ മറികടക്കുന്നതാണ്, അല്ലെങ്കിൽ മന്ത്രിസഭയെ അറിയിക്കാത്തതാണ്. ഇല്ല, ഡോക്ടർ ശശി ഡയറക്ടറായിരുന്ന സന്ദർഭത്തിൽ കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായിട്ട് ഈ പശുക്കളും ആടുകളും ചത്തടങ്ങിയ ഒരു സംഭവം ഉണ്ടായി. അത് വിവാദമായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി ശശിയെ മാറ്റിയത്. ശശി നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധനാണ്, അതൊക്കെ സമ്മതിച്ചു. പരാതി വന്ന സാഹചര്യത്തിലും വിവാദമായപ്പോഴും ശശിയെ മാറ്റി പകരം ബ്രഹ്മാനന്ദനെ ചുമല കൊടുക്കുകയായിരുന്നു ചെയ്തത്. അതെല്ലാം തന്നെ കൂട്ടുത്തരവാദിത്തം എന്ന നിലയിൽ കൃഷിവകുപ്പും സംരക്ഷണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KP മോഹൻ, മുഖ്യമന്ത്രിയും ക്യാബിനറ്റും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതാണ് പ്രദീപ്, ഇക്കാര്യത്തിൽ ഇഷ്ടക്കാരെ നിയമിക്കുക അല്ലെങ്കിൽ സ്വകാര്യ താല്പര്യങ്ങൾ നടപ്പിലാക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടി മന്ത്രി ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട് എന്ന് സംശയിക്കാൻ എന്തുണ്ട് ന്യായം? തീർച്ചയായും നിഷാദ്, ഈ അനിയസ് ദാസ് വ്യക്തമാക്കിയത് തന്നെ പല തസ്തികൾക്കും ഹോർട്ടികോർപ്പിൽ 50 ലക്ഷം രൂപയാണ് MD സ്ഥാനത്തിന് വേണ്ടി മന്ത്രി വാങ്ങിയത്. അതുപോലെ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഇപ്പോൾ 20 ലക്ഷം രൂപ ആണ് മന്ത്രി ചോദിച്ചിരിക്കുന്നത്. VAPCKയിൽ 20 ലക്ഷം രൂപ. ഇങ്ങനെ എല്ലാത്തിനും നിശ്ചിത തുക വെച്ച് മന്ത്രി വാങ്ങുന്നു. അതേപോലെ ഈ അനീസ് ദാസ് തന്നെ ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുന്ന മന്ത്രിയുടെ മണ്ഡലത്തിലെ ബയോറിസോഴ്സ് സെന്ററിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് മന്ത്രിയുടെ സ്വന്തക്കാരന് സബ് കോൺട്രാക്ട് കൊടുക്കാൻ വേണ്ടി മന്ത്രി ശ്രമിച്ചു എന്ന് പോലും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. ഈ രഹസ്യ സംഭാഷണത്തിൽ വ്യക്തമാക്കിയുണ്ടായി. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അനീസ് ദാസ് മുമ്പോട്ട് വന്ന് ഇങ്ങനെ ഒരു അഴിമതി ആരോപിക്കുകയല്ല ഉണ്ടായത്. വളരെ യാദൃശ്യമായി തികച്ചും ഒരു സൗഹൃദ സംഭാഷണത്തിൽ അദ്ദേഹം ഈ കാര്യം പറയുകയായിരുന്നു. അതിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രീ ഷെയ്പി ഹാരിസ്, ഇക്കാര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിയുടെ മണ്ഡലത്തിലെ ബയോ റിസോഴ്സ് സെന്ററിലെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ പറയുന്ന അനിയസ് ദാസ്. അദ്ദേഹവും മന്ത്രിയും തമ്മിൽ അകൽച്ചയുണ്ടെങ്കിൽ സ്വാഭാവികമായും അത്തരമൊരു പദവിയിൽ അദ്ദേഹം ഇരിക്കില്ല. അദ്ദേഹത്തിന് അങ്ങനെ പുറത്തു പറയത്ത തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യബുദ്ധിയുള്ളതായി നമുക്കിനിയും വിവരവുമില്ല. അങ്ങേയറ്റം സ്വകാര്യമായ രഹസ്യമായ ഒരു സംഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. മന്ത്രിക്ക് താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, മന്ത്രിക്ക് താല്പര്യമുള്ള ഒരു കേന്ദ്രത്തിൽ മേധാവിയായി ഇരിക്കുന്നു. ആ ഉദ്യോഗസ്ഥനാണ് രഹസ്യ സംഭാഷണത്തിൽ മന്ത്രിക്കെതിരെ പറയുന്നതെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് സ്വാഭാവികമായും സംശയിക്കാം. ഇല്ല, ഇതൊക്കെ വെറും ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആരോപണമാണ്. ഈ അനിയസ് ദാസിൻ്റെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വലിയ ക്ലീൻ ചിറ്റുള്ള ആളായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 15 വർഷമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD ആയിട്ട് ഡെപ്യൂട്ടേഷനിൽ വന്നു. ഈ ഗവൺമെൻറ് വന്ന സമയത്തും അദ്ദേഹം തുടരുകയാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇനി ഗവൺമെൻറ് മാറി വരുന്ന സന്ദർഭം ഉണ്ടെങ്കിൽ ആ വരുന്ന ഗവൺമെൻറ്റിലും ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളായിരിക്കാം അദ്ദേഹം നടത്തിയത്. അതിനപ്പുറം അദ്ദേഹം പരസ്യമായിട്ട് ഇത് സ്വകാര്യമായി സൗഹൃദ സംഭാഷണത്തിൽ പറയേണ്ട കാര്യമല്ലല്ലോ. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിക്കെതിരെ ഇങ്ങനെ ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഗൂഢാലോചന ഒരു വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, മറിച്ച് അദ്ദേഹവുമായുള്ള രഹസ്യ സംഭാഷണത്തിൽ, തികച്ചും സ്വകാര്യമായ സംഭാഷണത്തിൽ അദ്ദേഹം മറ്റൊരാളുടെ വിശ്വാസത്തോടുകൂടി ചില കാര്യങ്ങൾ പറയുകയാണ്. അത് പുറത്തു പോവണമെന്നോ വാർത്തയാവണമെന്നോ അതിന്മേൽ മന്ത്രിക്കെതിരെ നടപടി വേണമെന്നോ ഒരു ഘട്ടത്തിലും അനിയസ് ദാസ് ആഗ്രഹിക്കുന്നില്ല എന്ന് താങ്കൾ പ്രത്യേകം ഓർക്കണം. അത് പുറത്തു വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നേയില്ല. എങ്കിൽ അദ്ദേഹം നേരത്തെ പുറത്തു പറഞ്ഞേനെ. ഇതൊരാളോട്
അങ്ങേയറ്റം രഹസ്യമായി സംസാരിക്കവേ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അത് ഒളിക്യാമറയിൽ പകർത്തിയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിച്ചിട്ടുള്ളത്. ഇല്ല, അനിയസ് ദാസ് സൂചിപ്പിച്ചതുപോലെയുള്ള അഴിമതി ആരോപണങ്ങളാണ് നടന്നിട്ടുള്ളതെങ്കിൽ അതങ്ങനെ രഹസ്യമായിട്ട് സൗഹൃദ സംഭാഷണത്തിൽ പറയേണ്ട കാര്യങ്ങളല്ലല്ലോ. അത് തുറന്നു പറയട്ടെ. തുറന്നു പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് പരിശോധിക്കും. അതിനകത്തൊന്നും യാതൊരു മടിയുമില്ല. KP മോഹനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മന്ത്രിയായതിനു ശേഷം യാതൊരു ആരോപണങ്ങളും ഇത്തരണത്തിൽ വന്നിട്ടില്ല. പ്രതിപക്ഷം പോലും നിയമസഭയിൽ പോലും ഇക്കാര്യത്തിൽ ചില ആളുകളെ മാറ്റി നിയമിച്ചു, ചിലരെ ചട്ടം മറികടന്ന് നിയമിച്ചു എന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായ ആരോപണം മന്ത്രിക്കെതിരെ ഉയർത്താൻ എന്താണ് അടിസ്ഥാനം? കാരണം താങ്കൾ നേരത്തെ പറഞ്ഞ ശശി അദ്ദേഹത്തെ മാറ്റി നിയമിച്ചതിന് പിന്നിൽ വലിയൊരു ആരോഗ്യ പ്രശ്നം സംസ്ഥാനത്തുണ്ടായ ഘട്ടത്തിൽ വളരെ ക്രിയാത്മകമായി ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മാറ്റുന്നത് എന്നാണ്. വളരെ തെറ്റായ ഒരു പ്രസ്താവനയാണ്. വളരെ തെറ്റായ ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. തന്നെയല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ ഡോക്ടർ അനിയസ് ദാസ് 2003 ഗൗരിയമ്മ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ആദ്യം ഈ ബോർഡ് MD ആയിട്ട് കടന്നു വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ദിവാരൻ സാറ് മന്ത്രിയായപ്പോഴും ആ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹം MD ആയിട്ട് തുടരുകയായിരുന്നു. വീണ്ടും KP മോഹൻ സാർ വന്നപ്പോഴും വീണ്ടും അദ്ദേഹം മൂന്നാം ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിലും ഈ നമ്മുടെ അനിയസ് ദാസ് എന്ന് പറഞ്ഞ അദ്ദേഹം ഇത് തുടരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത ഒരുപാട് തെറ്റുകൾ ഇന്നും ഈ മേഖലയിൽ നിൽക്കുന്ന നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട തെറ്റുകൾ ഒക്കെ തന്നെ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളത് ഈ അനിയസ് ദാസ് തന്നെയാണ്. അദ്ദേഹം തന്നെ ഈ അവസരത്തിൽ കുറേ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സത്യസന്ധമല്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. എന്താണ് ഈ മേഖലയിൽ അദ്ദേഹം കൂടെ നിന്നുകൊണ്ട് ബഹുമാനായ മോഹൻ സാർ അടക്കമുള്ളവരെ കൊണ്ട് ജയിച്ചെന്താണെന്ന് അറിയാം. മാത്യു തോമസ്, വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അനിയസ് ദാസ് എന്ന ഉദ്യോഗസ്ഥൻ. മന്ത്രി സ്ഥാനങ്ങളിൽ തുടരാനും പുതിയ സ്ഥാനങ്ങളിൽ നിയമനം നൽകാനും ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങുന്നുവെന്ന്. ഒപ്പം ചൂണ്ടിക്കാണിക്കപ്പെടുന്ന മറ്റ് വിവരങ്ങൾ ചട്ടങ്ങൾ മറികടന്നോ മന്ത്രിസഭയോ മറികടന്നോ മന്ത്രി നടത്തുന്ന നിയമനങ്ങളുടെ വിവരങ്ങളാണ്. അതോടൊപ്പം തന്നെ സീനിയോറിറ്റി മറികടന്ന് അല്ലെങ്കിൽ വിരമിച്ച ഉദ്യോഗസ്ഥരെ വീണ്ടും പാർട്ടിയുടെയും മന്ത്രിസഭയുടെയും ഒക്കെ നിർദ്ദേശം മറികടന്ന് നിയമിക്കാൻ മന്ത്രി കാണിക്കുന്ന വ്യഗ്രതകൾ, അത്തരം വിവിധ വിവരങ്ങൾ നമുക്ക് സാങ്കേതികമായി തന്നെ തെളിയിക്കാൻ കഴിയുന്ന വിവരങ്ങളാണ്. അങ്ങേയറ്റത്തെ ക്രമക്കേടുകൾ നടക്കുന്ന ഒരു കേന്ദ്രമായി കൃഷിവകുപ്പ് മാറിയിട്ടുണ്ട് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഞാൻ അതിൻ്റെ അകത്ത് ഒരു പൊതുവായ അഭിപ്രായം പറയാൻ ഈ ഘട്ടത്തിൽ തയ്യാറല്ല. കാരണം വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പൊ കേൾക്കുന്ന ആരോപണം വെച്ചിട്ട് ഒരു മന്ത്രി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്ന കാര്യത്തിൽ സ്വീകരിക്കേണ്ടുന്ന മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ആരോപണങ്ങൾ കേൾക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന മറ്റ് 20 മന്ത്രിമാരുടെ സ്വഭാവം സ്വാഭാവികമായും സ്വീകരിച്ചു പോയോ എന്ന ഒരു ആശങ്കയാണ് എനിക്കുള്ളത്. ഇക്കാര്യത്തിൽ JDUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആ പാർട്ടിയുടെ അഭിപ്രായം പറയണം. ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് മന്ത്രിയുടെ പാർട്ടിയാണ് ആദ്യം അഭിപ്രായം പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇക്കാര്യത്തിൽ മന്ത്രിയുടെ പാർട്ടി അനിയസ് ദാസ് എന്ന ഉദ്യോഗസ്ഥനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ പുതിയ പദവികളിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്ത് വരുന്നവർ പുതിയ ആളുകളായിരിക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം മന്ത്രിക്ക് പാർട്ടി നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റെയും മുന്നണിയുടെയും നയം കൂടി അതായിരുന്നു എന്ന് കൃത്യമായി പറഞ്ഞു പോകുന്നുണ്ട് ഡോക്ടർ വർഗീസ് ജോർജ്. എന്നിട്ടും മന്ത്രി അത് മറികടന്ന് തൻ്റെ തൽപര കക്ഷികളെ നിയമിക്കുകയാണ്. അവർക്ക് വേണ്ടത്ര സീനിയോറിറ്റി ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ വിരമിച്ചു പോയവരായിരിക്കാം. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ അനിയസ് ദാസിനെ പോലെയുള്ളവർ ആളുകളെ നിയമിക്കുന്നതിന് വലിയ തോതിൽ പണം വാങ്ങുന്നുവെന്ന ആരോപണം ഉന്നയിക്കുന്നത്. സംശയിച്ചുകൂടെ മന്ത്രി പ്രത്യേകമായ താല്പര്യം നടപ്പിലാക്കി പോകുന്നുണ്ട് മുന്നണിക്കും സർക്കാരിനും വിരുദ്ധമായത് എന്ന്? സംശയം പൊതുവായി ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കൃത്യമായ നിർദ്ദേശം പാർട്ടി ഉൾക്കൊള്ളുന്ന മുന്നണിയും കൊടുത്ത് അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനോട് പ്രതികരണം പറയേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഈ ദിവസങ്ങളിൽ കേരളത്തിലെ മന്ത്രിമാരെ സംബന്ധിച്ച് പൊതുവായി UDFിലെ എല്ലാ മന്ത്രിമാരെ സംബന്ധിച്ചും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ ജനതാദൾ യുവിന്റെ മന്ത്രിയും പെട്ടുപോയോ എന്നത് പരിശോധിക്കാൻ ആ പാർട്ടി തയ്യാറാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പാർട്ടി ആഭ്യന്തരമായി ആദ്യം അത് പരിശോധിക്കണമെന്ന ആവശ്യമാണ് മുൻകാലത്തെ അഴിമതി വിഷയങ്ങളിൽ നിന്ന് വിഭിന്നമായി താങ്കൾ ഇപ്പോൾ എടുക്കുന്ന നിലപാട്. കാരണം ഇപ്പോ ജനതാദളിന് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം എന്ന് പറയുന്നത് JPയുടെ കാലം മുതൽ അഴിമതിക്കെതിരെ ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു വന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ആരോപണം അത് ജനതാദൾ യുവിന്റെ നേതൃത്വം പറയുന്ന പോലെ ചെയ്യണമെന്നല്ല. പക്ഷേ ജനതാദൾ യുവിന്റെ നേതൃത്വത്തെ സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണ അഴിമതിക്കെതിരെ നിലനിൽക്കുന്ന ഒരു പാർട്ടി എന്നാണ്, ഒരു നേതൃത്വം എന്നാണ്. അതുകൊണ്ടാണ് ആ നേതൃത്വം ആദ്യം അതിന്റെ പ്രതികരണം പറയട്ടെ, ഇത്ര സുവ്യക്തമായ
ക്രമക്കേടുകളെ സംബന്ധിച്ച് വ്യക്തമായ ആരോപണങ്ങൾ വരുമ്പോൾ അതിലെ പ്രതിപക്ഷത്തിരിക്കുന്ന JDS പറയുന്നതിന് മുമ്പ് അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നതിൽ വലിയ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രതികരണം ആദ്യം വരട്ടെ. അതാണ് താങ്കൾ ദയവായി തുടരുമോ? ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, ഗുരുതരമായ അഴിമതി ആരോപണം ഉയർന്നിരിക്കുകയാണോ? ലക്ഷങ്ങൾ ഇത്തരം നിയമനങ്ങൾക്ക് കോഴ കൊടുക്കുന്നതിന് മന്ത്രി നിർബന്ധിക്കുന്നുവെന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാത്തത്? നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വിവരങ്ങൾ ഈ മുന്നണിയിലാകെ അഴിമതിയാണ് എന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങളുടെ KP മോഹനും നല്ല നിലയ്ക്ക് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ആ വിഷയത്തിലെങ്കിലും വീരേന്ദ്രകുമാറിനെ മുഖ്യമന്ത്രി അടക്കി നിർത്തിയത് എന്നും കേൾക്കുന്നു. അതൊക്കെ തെറ്റായ വാർത്തകളാണ്. മാധ്യമങ്ങളിലൂടെ ഉണ്ടാകുന്ന ചില പുതിയ പുതിയ വാർത്തകൾ സൃഷ്ടിച്ചു വരുന്നു എന്നതിനപ്പുറം അതിന് യാതൊരു പ്രാധാന്യവുമില്ല. ഇത് രാഷ്ട്രീയപരമായ അഭിപ്രായം പറയേണ്ട കാര്യമല്ലല്ലോ. മന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുക, അതും ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുക, അതിനപ്പുറം ഇതിനകത്ത് കഴമ്പുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ അത് രാഷ്ട്രീയപരമായി പാർട്ടിയുടെ പ്രസിഡന്റ് വളരെ പ്രധാനപ്പെട്ട അതിലൊരു കാര്യം നേരത്തെ പ്രദീപ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുമായി വീരേന്ദ്രകുമാർ ചർച്ച നടത്തവേ അഴിമതി ആരോപണങ്ങളിൽ അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ KP മോഹനും വലിയ തോതിൽ അഴിമതി നടത്തുന്നുണ്ട് എന്ന കാര്യം വിസ്മരിക്കരുത് എന്ന് പറഞ്ഞാണ് ആ വിഷയത്തിലൊരു തീർപ്പ് മുഖ്യമന്ത്രി ഉണ്ടാക്കിയത് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ നിലയ്ക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതൊക്കെ അറിഞ്ഞു പോകുന്നുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നിഷാദ്, മുഖ്യമന്ത്രിക്ക് ഇക്കാര്യം അറിയാമെന്ന് വളരെ വ്യക്തമാണ്. കാരണം നേരത്തെ ഹോർട്ടികോപ്പ് നിയമനം സംബന്ധിച്ച് ഹോർട്ടികോപ്പിൽ സുരേഷ് എന്ന ആളെ നിയമിക്കാൻ ശ്രമിച്ചപ്പോൾ, ഹോർട്ടികോപ്പ് MD നിയമിക്കാൻ ശ്രമിച്ചപ്പോൾ 2 തവണ ഇത് മന്ത്രിസഭയുടെ അംഗീകാരത്തിൽ കൊണ്ടുവരാൻ KP മോഹൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇത് നടന്നിരുന്നില്ല. പിന്നീട് മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് സുരേഷിനെ MD നിയമിക്കുകയായിരുന്നു. ഇത്തരം വിവരങ്ങൾ മുഖ്യമന്ത്രി അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം അറിയാമെന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം വീരേന്ദ്രകുമാറുമായി നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞു എന്നാണ് അറിയുന്നത്. വീരേന്ദ്രകുമാർ സർക്കാരിൻ്റെ കോട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ, അഴിമതികൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ KP മോഹൻ്റെ വകുപ്പിലെ അഴിമതി നിങ്ങൾ അറിയുന്നില്ലേ, അല്ലെങ്കിൽ അത് മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായാണ് വിവരം. നിഷാദ്, ശ്രീ മാത്യു തോമസ്, അത് താങ്കൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ആ നിലയ്ക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ഈ വിഷയത്തിൽ വീരേന്ദ്രകുമാർ ചർച്ച നടത്തി തീർപ്പുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് വലിയ പ്രതികരണം ഇനി ഉണ്ടാവാൻ പോകുന്നില്ല എന്ന്? മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട വീരേന്ദ്രകുമാറും നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ എനിക്ക് പറയാൻ ആവില്ല. പക്ഷേ എനിക്ക് വളരെ സങ്കടകരമായി തോന്നിയത് ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ഒരു ജനതാദൾ ഐക്യത്തിന് അനുകൂലമായ ചില പ്രതികരണങ്ങൾ ഉണ്ടായത് പെട്ടെന്ന് ഒരു പിന്നോക്കം പോക്കുണ്ടായതുപോലെ ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടു. അത് വേണമായിരുന്നോ എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അത് പക്ഷേ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് ആ പാർട്ടിയാണ്. വീരേന്ദ്രകുമാറിനോട് മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു എന്ന് ഞാൻ ഊഹിച്ച് പറയുന്നത് ശരിയല്ല. ഞാൻ അക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് ഇത്തരണത്തിൽ അനുയോജ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പിന്നോക്കം പോക്കിന് പിന്നിൽ ഇത്തരം ചില ചൂണ്ടകളുണ്ട് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? അല്ല, ഞാനിപ്പോ അത്തരം പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല. ഞങ്ങളൊക്കെ വലിയൊരു രാഷ്ട്രീയ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലും. അപ്പോ ഞങ്ങളുടെ പഴയ സഹപ്രവർത്തകരും അതാണ് താങ്കൾ ആവശ്യത്തിൽ ഇപ്പോൾ എടുക്കുന്ന നിലപാട്. നന്ദി ശ്രീ മാത്യു തോമസ് പ്രതികരിച്ചതിനൊപ്പം ശ്രീ ATS നായർ, ഷെയ്ഖ് പി ഹാരിസ്, പ്രദീപ് സി നിർമ്മൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.